ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമുക്കിന്നൊരു നാടൻ മെഴുക്കുവരട്ടിയുടെ റെസിപ്പി ഒന്ന് നോക്കിയാൽ. നാടൻ മെഴുക്കുവരട്ടി എന്ന് പറഞ്ഞാൽ നമ്മുടെ പപ്പക്കായ വെച്ചുണ്ടാക്കണ മെഴുക്കുവരട്ടിയാണ്. പപ്പക്കായ ഇഷ്ടപ്പെടാത്തവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കറിയാണിത്. എന്താ പറയുക, കഞ്ഞിക്കൊപ്പം നല്ല കോമ്പിനേഷനാണിത്. ഈ ഒരു കറിയും ഈ ഒരു എന്താ പറയുക മെഴുക്കുവരട്ടിയും കുറച്ച് അച്ചാറും ഉണ്ടെങ്കിൽ വേറെ ഒരു കറിയുടെ ആവശ്യമില്ല. എന്തോരം കഞ്ഞി വേണമെങ്കിൽ നമ്മൾ എന്തോരം കഞ്ഞി കുടിച്ചു എന്ന് വരെ നമുക്കറിയില്ല. അത്രയും ടേസ്റ്റുള്ള ഒരു മെഴുക്കുവരട്ടിയാണ്. ഇങ്ങനെ ഒന്ന് തൊടാണ്ട് നല്ല ഡ്രൈ ആയിട്ട് എടുക്കണ ഒരു മെഴുക്കുവരട്ടിയാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. ഞാൻ പറഞ്ഞ പോലെ കഞ്ഞിയുടെ ഒപ്പമാണ് നല്ല കോമ്പിനേഷൻ. അപ്പം ഞാനിവിടെ പപ്പക്കായ എടുത്ത് വെച്ചിട്ടുണ്ട്. പപ്പക്കായ ഇവിടെ ഇങ്ങനെ വെയിലിൻ്റെ അടിച്ചിട്ടാന്ന് തോന്നുന്നത് ചെറിയൊരു മഞ്ഞ നിറം വന്നിട്ടുണ്ട്. ഇത് പഴുത്തതല്ല, പച്ചയാണ്. അപ്പോൾ ഇങ്ങനെ പപ്പക്കായ നന്നായി ചെറുതാക്കി കട്ട് ചെയ്യണം കേട്ടോ. ചെറുതായി കട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ചിറ്റയാണ് ചെയ്യണത് ഇത്. അപ്പോൾ ചിറ്റ ഇങ്ങനെ ചെറുതാക്കി കട്ട് ചെയ്ത് വെക്കും. അപ്പോൾ കട്ട് ചെയ്യണ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇങ്ങനെ എന്താ പറയുക, നന്നായി ചെറുതാക്കണം കേട്ടോ. അപ്പോൾ അവർ കട്ടിങ് ബോർഡിലൊന്നുമല്ല, കൈ വെച്ചിട്ട് തന്നെയാണ് ചിറ്റ അത് അരിയുക. പിന്നെ ഇത് ഞാനിപ്പോൾ ഇങ്ങനെ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വേവിച്ചെടുത്തതാണ്. അപ്പോൾ മൺചട്ടിയിൽ, അപ്പോൾ കുക്കറിലൊന്നും അടിക്കേണ്ടെന്ന് പറഞ്ഞിട്ട് മൺചട്ടിയിൽ വേവിച്ചെടുത്ത പപ്പക്കായാണ് കേട്ടോ. പിന്നെ ഇതിലേക്ക് നമുക്ക് ഉള്ളി വേണം, വറ്റൽ മുളക് വേണം. അപ്പോൾ ഉള്ളി ഒന്ന് തൊലി കളഞ്ഞെടുത്ത് നമുക്ക് മുളക് ആദ്യം ഒന്ന് ചതച്ചെടുക്കാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ വീട്ടിലാണ് ചെയ്യണത്. വീട്ടിലപ്പോൾ ചിറ്റമ്മയുടെ അനിയത്തിയൊക്കെ ഇവിടെ വീട്ടിൽ പുല്ലഴി കാവടിയായിരുന്നു. അപ്പോൾ ചിറ്റയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചിറ്റയാണ് ചിറ്റയ്ക്ക് ഇങ്ങനത്തെ ചെറിയ ചെറിയ നാടൻ റെസിപ്പികളൊക്കെ വയ്ക്കാൻ നല്ല രസമായിട്ട് ചിറ്റ വയ്ക്കുന്ന കറികളൊക്കെ. അപ്പോൾ ചിറ്റ മുളക് മിക്സിയിലൊന്ന് ചതക്കണ്ടെന്നും പറഞ്ഞ് ഇങ്ങനെ ചതച്ചെടുത്തതാണ്. മുളക് ഇങ്ങനെ ചതച്ച് ഉള്ളിയും ഒക്കെ കൂടിയിട്ട് നന്നായി ഇങ്ങനെ തിരുമ്പണം ആദ്യം എന്നൊക്കെ പറഞ്ഞൊന്ന് ചെയ്യണതാണ്. അപ്പം നമുക്കൊരു ഉരുളി വെച്ച് കൊടുക്കാം. ഉരുളിയിൽ ഉരുളി ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഉരുളി ഒന്ന് നന്നായി ചൂടാവണം. അതിന് ശേഷം വെളിച്ചെണ്ണ കേട്ടോ. വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്താൽ മതി. ഇതൊക്കെ നാടൻ കറികളൊന്നും ഓയിലും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉപയോഗിച്ച് കറിയുടെ ടേസ്റ്റേ കളയരുത്. അപ്പോൾ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുക് ഇട്ട്. ചില കാര്യങ്ങളൊക്കെ ചിറ്റയുടെ വീട് കോതമംഗലത്താണ്. ചില കാര്യങ്ങൾ ചിറ്റ ചെയ്യണതിൽ വ്യത്യാസമുണ്ട്. എൻ്റെ അമ്മയുടെ നാടൊക്കെ കോതമംഗലാണ്. അപ്പോൾ അവിടുത്തെ റെസിപ്പികൾ തൃശ്ശൂർ നാട്ടിലായിട്ടും കുറച്ചൊക്കെ വ്യത്യാസമുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ആദ്യം നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. അതിന് ശേഷം ചതച്ച് വെച്ചിട്ടുള്ള ഉള്ളിയും വറ്റൽമുളകും കൂടി ചതച്ചെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അത് നന്നായി മൊരിഞ്ഞു വരണം. അപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ ചിറ്റ അതിൻ്റെ ഇടയിൽ എനിക്ക് പറഞ്ഞു തന്നു. കുറച്ച് കഴിഞ്ഞിട്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. ആ കറിവേപ്പിലയുടെ ഗുണമൊന്നും പോകരുതെന്നൊക്കെ പറയും. അപ്പോൾ നന്നായി ഇങ്ങനെ മൂത്ത് വന്ന് നന്നായി മൂക്കണം. ഞാനൊന്നും അങ്ങനെ അത്ര അധികം ശ്രദ്ധിക്കാറൊന്നുമില്ല കേട്ടോ. നമ്മളിപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ മൂപ്പിച്ച് അങ്ങനെ ഇടും. പക്ഷെ അതല്ല പറയണം, ഉള്ളി നന്നായി മൂക്കണം. മുളകും നന്നായി മൂത്ത് വന്നതിന് ശേഷം മാത്രമാണ് നമ്മുടെ അരിഞ്ഞ് വെച്ചിട്ടുള്ള പപ്പക്കായ ഇട്ട് കൊടുക്കാൻ പറ്റില്ല. അത് അങ്ങനെയൊക്കെ ചില കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ നല്ല ടേസ്റ്റാണ് നമ്മുടെ മെഴുക്കുവരട്ടിക്ക്. അപ്പോൾ അതിന് ശേഷം പപ്പക്കായൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ചെറിയ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് ഞാനൊന്നും അങ്ങനെ അങ്ങോട്ട് ശ്രദ്ധിക്കാറൊന്നുമില്ല. അപ്പോൾ ഇവരൊക്കെ അമ്മമാരും ഒക്കെ പറഞ്ഞു തരുമ്പോഴാണ് നമുക്കതിലൊക്കെ മാറ്റങ്ങൾ വരുത്തണം. അപ്പോൾ അവരൊക്കെ ചെയ്ത് നല്ല എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണല്ലോ. അപ്പോൾ ഉള്ളി മൂക്കണം, അങ്ങനത്തെ പിന്നെ വെളിച്ചെണ്ണ നന്നായി ചൂടാവണം. പിന്നെ കറിവേപ്പിലൊക്കെ കുറച്ചൊന്നായിട്ട് ഇട്ട് കൊടുത്താൽ മതി എന്നൊക്കെ പറയുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാട്ടോ അവരൊക്കെ വെക്കുന്ന കറികൾക്ക്. അപ്പോൾ അങ്ങനെ ചെയ്ത് നന്നായി ഇങ്ങനെ ഇത് ഡ്രൈ ആക്കി എടുത്ത കറിയാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ പപ്പക്കായ കറി ഞാനൊരു പാത്രത്തിലേക്കൊക്കെ ഒന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത്. അപ്പോൾ താങ്ക് യു ഫ്രണ്ട്സ് ഫോർ വാച്ചിങ്.